The older people amongst you must remember my grandmother Indira Gandhi. നിങ്ങൾ ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾ ഒരുപക്ഷെ എൻ്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയെ ഓർക്കുന്നുണ്ടാവാം. And what a deep respect and connection she had with the tribal people of India. എൻ്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യയിലെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളോട് വളരെ ആഴത്തിലുള്ള ബഹുമാനവും അതുപോലെയുള്ള ഒരു ബന്ധവും ഉണ്ടായിരുന്നു. She always told us that your way of living, that you were connected to the forests, to the land, to the waters of the earth, this was the right way of living. എപ്പോഴും എൻ്റെ മുത്തശ്ശി ഞങ്ങളോട് പറയായിരുന്നു, നമ്മുടെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത രീതി എപ്പോഴും ഭൂമിയായിട്ടും പ്രകൃതിയുമായിട്ടും ജലവുമായിട്ടും വനവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആദിവാസി സമൂഹത്തിന്റെ ജീവിത രീതിയാണ് യഥാർത്ഥ ജീവിത രീതി എന്ന് പറയുമായിരുന്നു. And as the world advances, it is also turning back to these traditional ways of living. അത് മാത്രമല്ല, ലോകം ഇന്ന് പുരോഗതി പ്രാപിക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ പരമ്പരാഗതമായ ജീവിത ശൈലികളിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. Learning how to balance the environment with livelihood. അത് മാത്രമല്ല, പ്രകൃതിയും നമ്മുടെ ജീവനോപാധിയും അത് തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് ചിന്തിക്കുകയാണ്. And it was on the basis of this understanding that Indira Gandhi ji had, that she did so much for the rights of the tribal people. ഈ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദിരാഗാന്ധിജി നമ്മുടെ നാട്ടിലെ ആദിവാസി സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. And later on, the UPA government in the center brought the Forest Rights Act, brought Manrega to help the poorest of the poor to have opportunities for employment and the right to education. പിന്നീട് അതിനുശേഷമാണ് കേന്ദ്രത്തിലുള്ള UPA ഗവൺമെന്റ് വനാവകാശ സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഏറ്റവും ദരിദ്രരായവർക്ക് തൊഴിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നത്.